വെൽക്കം ബാക്ക് ടു പ്ലാന്റ് സെപ്പിയൻസ്. സോ നമ്മുടെ HSST ബോട്ടണി സീരീസിലുള്ള അടുത്ത ടോപ്പിക് ആയിട്ടുള്ള മൈക്കോളജി ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലുള്ള ഫസ്റ്റ് റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ഫംഗസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് പഠിക്കാനുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് എലക്സോപൗലോസ് ആൻഡ് മീംസ് ക്ലാസിഫിക്കേഷൻ. അതിൻ്റെ ആ ഒരു ഓവറോൾ ഔട്ട്ലൈനും അതിൽ വരുന്ന മേജർ ഡിവിഷൻസ്, ക്ലാസ്, ഓർഡർ ആണ് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. സോ അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പ്ലാന്റ് സാപ്പിയൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ HSST, BSc, MSc ബോട്ടണി ആസ്പയർ ആയിട്ടുള്ള ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പം നമുക്ക് പഠിക്കാൻ നേരെ ക്ലാസ്സിലോട്ട് പോവാം. ഈ ഒരു ക്ലാസിഫിക്കേഷൻ കണ്ടുപിടിച്ചത് 1979 ആ സമയത്ത് ഉണ്ടായിരുന്ന രണ്ട് മൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള കോൺസ്റ്റന്റൈൻ ജെ എലക്സോപൗലോസ് ആൻഡ് ചാൾസ് ഡബ്ല്യു മിംസ് എന്ന് പറയുന്ന രണ്ട് സയന്റിസ്റ്റാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. സോ ഒരു ക്ലാസിഫിക്കേഷൻ്റെ മെയിൻ ബേസിസ് എന്ന് പറയുന്നത് അവയുടെ മോർഫോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ക്യാരക്ടേഴ്സ് ആണ്. അതായത് അവയുടെ ഫ്ലജല്ല, സെക്ഷൽ റീപ്രൊഡക്ഷൻ, ദെൻ താലസിൻ്റെ അത് മൈസീലിയത്തിൻ്റെ സ്ട്രക്ചർ ഒക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ മെയിൻലി ബേസിസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. സോ ഇതിന് കുറേ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഉണ്ട്. കുറേ എണ്ണത്തിന് മാറ്റങ്ങളൊക്കെ പുതിയൊരു ക്ലാസിഫിക്കേഷനിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു ഓവറോൾ ഔട്ട്ലൈൻ മാത്രം പറയും. അതിനുശേഷം ഇതിൻ്റെ ലിമിറ്റേഷനും ഡിമെറിറ്റ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സും ഒക്കെ അടുത്ത ക്ലാസ്സുകളായിട്ട് ഇടുന്നതായിരിക്കും. നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകും. സോ നമ്മുടെ മിംസും എലക്സോപൗലോസും ചേർന്നിട്ട് ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയത് യുക്കാരിയോണ്ട എന്ന് പറയുന്ന ഒരു സൂപ്പർ കിങ്ഡത്തിലാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ. ആ ഒരു സൂപ്പർ കിങ്ഡത്തിൻ്റെ താഴെ വരുന്നത് മൈസെറ്റ എന്ന് പറയുന്ന ഒരു കിങ്ഡം ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഓർഡർ പഠിച്ചാൽ യുക്കാരിയോണ്ട സൂപ്പർ കിങ്ഡം, മൈസെറ്റ എന്ന് പറയുന്ന കിങ്ഡത്തിലാണ് 3 ഡിവിഷൻസ് ആയിട്ട് ഈ ഒരു ഫംഗസിനെ ഡിവൈഡ് ചെയ്തത്. ഇതിൻ്റെ ബേസിലാണ് പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് സെൽ വോൾ ആൻഡ് ദ മോട്ടൈൽ സെൽസ്. മോട്ടൈൽ സെൽസും സെൽ വോളും പ്രസൻറ്റും ആബ്സെൻറ്റും ആയതിൻ്റെ ബേസിസിൽ മൈസെറ്റ എന്ന് പറയുന്ന കിങ്ഡത്തിൽ 3 ഡിവിഷൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ലേറ്റർ ഓൺ മോളിക്യുലർ ആൻഡ് ജനറ്റിക് അനാലിസിസ് ഒക്കെ വന്നപ്പം ഈ ഒരു ക്ലാസിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ക്ലാസിഫിക്കേഷനിലോട്ട് പോവാം. ഈ ഒരു മൈസെറ്റയിൽ വരുന്ന 3 ഡിവിഷൻ എന്ന് പറയുന്നത് ജിംനോമൈക്കോട്ട, മാസ്റ്റിഗോമൈക്കോട്ട ആൻഡ് അമാസ്റ്റിഗോമൈക്കോട്ടയാണ്. സോ സിമ്പിളായിട്ട് ഇവയുടെ ഒരു പെക്യുലാരിറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ ജിംനോമൈക്കോട്ട എന്ന് പറയുന്ന ഗ്രൂപ്പാണ് സ്ലൈം മോൾസ് ആണ് കോമൺലി അറിയപ്പെടുന്നത്. അപ്പോൾ ഫാഗോട്രോപ്പിക് ആണ്, സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാതെ എൻഗൾഫ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അവയ്ക്ക് സെൽ വോൾ ഉണ്ടാവില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് മാസ്റ്റിഗോമൈക്കോട്ട. അവയിൽ മോട്ടൈൽ ആയിട്ടുള്ള സെൽസ് ആണ് ഉണ്ടായിരിക്കുക, ഫ്ലജലേറ്റഡ് സെല്ലാണ് ഉണ്ടായിരിക്കുക. ദെൻ മാസ്റ്റിഗോമൈക്കോട്ടയാണ് ട്രൂ ആയിട്ടുള്ള ഫംഗസ്. ഓക്കെ, ഓർത്ത് വെക്കുക, ട്രൂ ഫംഗസ് ആണ് മാസ്റ്റിഗോമൈക്കോട്ട. അവ മോട്ടൈൽ ആയിട്ടുള്ള സെൽസ് പ്രൊഡ്യൂസ് ചെയ്യില്ല. They do not produce motile cells and have an absorptive mode of nutrition. സോ ഈ ഒരു ക്ലാസ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിവിഷനൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. സോ നമുക്ക് ഓവറോൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് ജിംനോമൈക്കോട്ടയാണ് അല്ലേ. സോ ഈ ഒരു ജിംനോമൈക്കോട്ട ഞാൻ പറഞ്ഞു സ്ലൈം മോൾസ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് വോൾലെസ് ആയിട്ടുള്ള സെൽ വോൾ ഇല്ലാത്ത ആൾക്കാരാണ് ഉള്ളത്. റിജിഡ് ആയിട്ടുള്ള ഒരു സെൽ വോൾ അവയുടെ വെജിറ്റേറ്റീവ് സ്റ്റേജിലില്ല. ഇതിന് മെയിൻലി 2 സബ് ഡിവിഷൻസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ എക്രാസിയോ ജിംനോമൈക്കോട്ടിന, ദെൻ പ്ലാസ്മോഡിയോ ജിംനോമൈക്കോട്ടിന. സോ 2 ഡിവിഷൻ ഉണ്ട്. അതിൽ എക്രാസിയോ ജിംനോമൈക്കോട്ടിന എന്ന് പറയുന്നത് സെല്ലുലാർ സ്ലൈം മോൾസ് ആണ്. എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിലെ നോട്ടായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സോ ഞാൻ പറയുന്ന കാര്യങ്ങളും കൂടി ഒന്ന് നോട്ടായിട്ട് എഴുതി വെച്ചേക്കുക. എക്രാസിയോ ജിംനോമൈക്കോട്ടിന എന്ന് പറയുന്നത് സെല്ലുലാർ സ്ലൈം മോൾസ് ആണ്. അതേപോലെ പ്ലാസ്മോഡിയോ ജിംനോമൈക്കോട്ടിന എന്ന് പറയുന്നത് ട്രൂ സ്ലൈം മോൾസ് ആണ്. ഇവയാണ് ട്രൂ ആയിട്ടുള്ള ആൾക്കാർ. ഇവയിൽ എന്തോ ഫോൾസ് ആയിട്ടുള്ളതുണ്ട് അല്ലേ, അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു സബ് ഡിവിഷൻ അക്രാസിയോ ജിംനോമൈക്കോട്ടിനയിൽ വരുന്ന ഒരേ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ക്ലാസ് എക്രാസിയോമൈസീഡ്സ് ആണ്. ഈ ഒരു എക്രാസിയോമൈസീഡ്സിൽ പ്ലാസ്മോഡിയത്തിന് പകരം ഒരു സ്യൂഡോ പ്ലാസ്മോഡിയം ആണ് ഉള്ളത്. ഓക്കെ, എഴുതി വെച്ചേക്കുക, സ്യൂഡോ പ്ലാസ്മോഡിയം ആണ് ഉള്ളത് എക്രാസിയോമൈസീഡ്സിൽ. അവ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഫ്രൂട്ടിംഗ് ബോഡി ആയിട്ട് മാറും. മറിച്ച് ഈ ഒരു രണ്ടാമത്തെ സബ് ഡിവിഷനിൽ 2 ക്ലാസ് ഉണ്ട്. പ്രോട്ടോസ്റ്റീലിയോമൈസീഡ്സും ഉണ്ട്, മിക്സോമൈസീഡ്സും ഉണ്ട്. ഈ 2 ആൾക്കാരിലും ട്രൂ ആയിട്ടുള്ള പ്ലാസ്മോഡിയം പ്രസൻ്റ് ആണ്. ഓക്കെ, പ്ലാസ്മോഡിയം പ്രസൻ്റ് ആയിട്ടുള്ള 2 ക്ലാസ്സസ് ആണ് ഉള്ളത്. ഈ ഒരു മൈസീഡ്സ് എന്ന് പറയുമ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു പ്ലാസ്മോഡിയത്തിൽ മൾട്ടി ന്യൂക്ലിയേറ്റ് ആയിട്ടൊരു മാസ് ഓഫ് സെൽസ് മിക്സോമൈസീഡ്സിൽ കാണുന്നുണ്ട്. പക്ഷേ പ്രോട്ടോസ്റ്റീലിയോമൈസീഡ്സ് എന്ന് പറയുന്നത് മിക്സോനേക്കാളും സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, സബ് ഡിവിഷനിൽ വരുന്ന 2 ആൾക്കാർ 2 ക്ലാസ്സസ് ആണ്. ഇവിടെ എറോ മാർക്ക് ഇട്ടേക്കാം. ഓക്കെ, നമ്മൾ സബ് ഡിവിഷൻ അക്രാസിയോ ജിംനോമൈക്കോട്ടയിൽ വരുന്ന ക്ലാസ് ആണ് ക്ലാസ് അക്രാസിയോമൈസീഡ്സ്.
ഇനി നമുക്ക് സബ് ക്ലാസ് നോക്കാം. എക്രാസിയോമൈസെറ്റ്സിൽ വരുന്ന രണ്ട് സബ് ക്ലാസ് ആണ് എക്രാസിയോമൈസെറ്റിഡേയും ദെൻ ഡിക്റ്റിയോസ്റ്റീലിയോമൈസെറ്റിഡേ. ഓക്കെ, എക്രാസിയോമൈസെറ്റിഡേ ആൻഡ് ഡിക്റ്റിയോസ്റ്റീലിയോമൈസെറ്റിഡേ. ദെൻ അതേപോലെ ക്ലാസ് പ്രോട്ടോസ്റ്റീലിയോമൈസെറ്റ്സിൽ സബ് ക്ലാസ് വരുന്നില്ല, അതിൽ നേരെ ഓർഡറിലേക്കാണ് പോകുന്നത്. സോ ഈ ഒരു ക്ലാസ് മിക്സോമൈസെറ്റ്സിൽ വരുന്ന ഒന്നാമത്തെ ഓർഡർ ആണ് സെറാട്ടിയോമിക്സോമൈസെറ്റിഡേ, ദെൻ സബ് ക്ലാസ് മിക്സോഗ്യാസ്ട്രോമൈസെറ്റിഡേ, ദെൻ സ്ട്രമോനിറ്റോമൈസെറ്റിഡേ. ഓക്കെ, ഈ മൂന്ന് സബ് ക്ലാസ് ആണ് മിക്സോമൈസെറ്റിഡയിൽ വരുന്നത്. നമ്മൾ ജിംനോമൈക്കോട്ട മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിൽ വരുന്ന ഓർഡർ നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സബ് ക്ലാസ് എക്രാസിയോമൈസെറ്റിഡയിൽ എക്രാസിയൽസ് ആണ് വരുന്നത്. ദെൻ ഓർഡർ ഡിക്റ്റിയോസ്റ്റീലിയൽസ്, ആ പേര് പോലെ തന്നെയാണ്, പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇനി നമ്മളുടെ പ്രോട്ടോസ്റ്റീലിയോമൈസെറ്റ്സിൽ ഡയറക്റ്റ് ആയിട്ട് വരുന്ന ഓർഡർ ആണ് പ്രോട്ടോസ്റ്റീലിയൽസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഓർഡർ ഡിക്റ്റിയോസ്റ്റീലില്ലേ, ഈ ഒരു ഡിക്റ്റിയോസ്റ്റീലിൻ്റെ അകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി ഡിക്റ്റിയോസ്റ്റീലിയേസി ആണ്. ഡിക്റ്റിയോസ്റ്റെല്ലിയം ആണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് മിക്സോമൈസെറ്റ്സിൻ്റെ ഓർഡേഴ്സ് നോക്കാം. ആദ്യത്തെ സബ് ക്ലാസിൻ്റെ ഓർഡർ ആണ് സെറാട്ടിയോമിക്സിയൽസ്. ദെൻ രണ്ടാമത്തെ സബ് ക്ലാസ്സിൽ 4 ഓർഡേഴ്സ് ഉണ്ട്. ലൈസിയൽസ്, എക്കിനോസ്റ്റീലിയൽസ്, ട്രൈക്കിയൽസ്, ഫൈസാറിയൽസ് എന്ന് പറയുന്ന 4 ഓർഡർ. അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാമിലിയാണ് ഫൈസാറിയേസി. ജീനം ഫൈസാറം എന്ന് പറയുന്ന സ്പീഷീസ് ആണ്. ദെൻ സബ് ക്ലാസ്സിൽ വരുന്ന അടുത്ത ഓർഡർ ആണ് സ്റ്റെമോണിറ്റേസ് എന്ന് പറയുന്നത്. സോ ഇത് ജിംനോമൈക്കോട്ട സ്ലൈമോൾസിന്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞേക്കുന്നത്. രണ്ടാമത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് മാസ്റ്റിഗോമൈക്കോട്ടയാണ്. അതായത് മോട്ടൈൽ ആയിട്ടുള്ള സെല്ലുള്ള ആൾക്കാരാണ്, സെൽ വോൾ ഉള്ള ആൾക്കാരാണ്. ഓക്കെ, മോട്ടൈൽ സെൽസ് ഉണ്ട്, സെൽ വോൾ ഉണ്ട് ആൾക്കാർ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഫ്ലജലേറ്റഡ് സൂസ്പോസ് ഒക്കെ അവയുടെ ലൈഫ് സൈക്കിളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് മാസ്റ്റിഗോമൈക്കോട്ട. ദെൻ അതിൽ വരുന്ന 2 സബ് ഡിവിഷനാണ് ഉള്ളത്. ഹാപ്ലോമാസ്റ്റിഗോമൈക്കോട്ടയും ഉണ്ട്, ഡിപ്ലോമാസ്റ്റിഗോമൈക്കോട്ടയും ഉണ്ട്. ഓക്കെ, ഹാപ്ലോമാസ്റ്റിഗോമൈക്കോട്ട എന്ന് പറയുമ്പം മോട്ടൈൽ ആയിട്ടുള്ള സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഹാപ്ലോമാസ്റ്റിഗോമൈക്കോട്ട. അവയ്ക്ക് ഒരു സിംഗിൾ പോസ്റ്റീരിയൽ വിപ്ലാഷ് ഫ്ലജെല്ലാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഹാപ്ലോമാസ്റ്റിഗോമൈക്കോട്ടയിൽ സിംഗിൾ പോസ്റ്റീരിയർ വിപ്ലാഷ് ഫ്ലജെല്ലാണ് ഉണ്ടായിരിക്കുക. ഡിപ്ലോമാസ്റ്റിഗോമൈക്കോട്ടിനയിൽ അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് 2 ഫ്ലജെല്ലം ഉണ്ടായിരിക്കും. ഓക്കെ, 2 ഫ്ലജെല്ലം ഉള്ള ആൾക്കാരായിരിക്കും ഡിപ്ലോ, ഒരു ഫ്ലജെല്ലം മാത്രമേ ഹാപ്ലോന് ഉണ്ടായിരിക്കുള്ളൂ. ഇനി ഇതിൽ വരുന്ന അടുത്ത ക്ലാസ്സസ് നോക്കാം. ഹാപ്ലോമാസ്റ്റിഗോമൈസെറ്റ്സിൽ വരുന്ന ഫസ്റ്റ് ക്ലാസ് ആണ് കൈട്രീഡിയോമൈസെറ്റ്സ്. മോസ്റ്റ്ലി അക്വാട്ടിക് ആയിട്ടുള്ള ആൾക്കാരാണ്, യൂണിസെല്ലുലാർ ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, മെയിൻലി ചിലപ്പോൾ ഫിലമെന്റസ് ആയിട്ടും കാണുന്നുണ്ട്. രണ്ടാമത്തേതാണ് പ്ലാസ്മോഡിയോഫോറോമൈസീസ്. ഈ ഒരു പ്ലാസ്മോഡിയോഫോറോമൈസീസ് ഒബ്ലിഗേറ്റ് ആയിട്ടുള്ള ഒരു എൻഡോ പാരസൈറ്റ് ആണ്. ഓക്കെ, പ്ലാന്റ്സിന്റെയും ആൽഗയിലും ഒക്കെ കാണുന്ന ഒരു എൻഡോ പാരസൈറ്റ് ആണ് പ്ലാസ്മോഡിയോഫോറോമൈസീസ്. ദെൻ നെക്സ്റ്റ് ക്ലാസ് ഹൈഫോകൈട്രീഡിയോമൈസീറ്റ്സ് ആണ്. അവ അക്വാട്ടിക് ഫംഗസ് ആണ്. അവ മോട്ടൈൽ സെൽസ്, ആൻറ്റീരിയർ ടിൻസൽ ഫ്ലജൽ ആയിട്ടുള്ള മോട്ടൈൽ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ 3 ക്ലാസ്സസ് ആണ് വരുന്നത് ഈ ഒരു ഹാപ്ലോമാസ്റ്റിഗോമൈസെറ്റ്സിൽ. ഇനി സബ് ഡിവിഷൻ ഡിപ്ലോയിൽ വരുന്ന ഒരേ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഊമൈസീറ്റ്സ് ആണ്. നമുക്ക് ഓരോന്നിലെയും ഓർഡർ നോക്കാം. ആദ്യത്തെ ക്ലാസ് കൈട്രീഡിയോമൈസെറ്റ്സിൽ വരുന്ന 4 ഓർഡർ ആണ് കൈട്രീഡിയൽസ്, ബ്ലാസ്റ്റോക്ലാഡിയൽസ്, മോണോബ്ലിഫാരിഡെയിൽസ്, ഹാഫോകൈട്രീഡിയൽസ്, ഹാർപ്പോകൈട്രിയൽസ്. സോ നെക്സ്റ്റ് വരുന്ന ഓർഡർ എന്ന് പറയുന്നത് പ്ലാസ്മോഡിയോഫോറൈൽസ് ആണ്. ദെൻ ഹൈഫോകൈട്രീഡിയോമൈസെറ്റ്സിൽ ഹൈഫോകൈട്രിയൽസ് ആണ്. അതൊക്കെ പഠിക്കാൻ ഈസിയാണ്. ഊമൈസെറ്റ്സിൽ വരുന്ന ഓർഡേഴ്സ് എന്ന് പറയുന്നത് സാപ്രോലെഗ്നിയൽസ് ആണ്, ലെപ്റ്റോമൈറ്റൽസ് ആണ്, ലെഗ്നിഡെയിൽസ് ആണ്, പെറനോസ്പോറൈൽസ് ആണ്. ഓക്കെ, ഈ 4 എണ്ണമാണ് ഓർഡർ. ഈ ഓർഡറൊക്കെ ആ പേര് പഠിച്ചു വെക്കുക. ആദ്യം ആ ഒരു ക്ലാസിഫിക്കേഷൻ ഓവറോൾ ആയിട്ട് മനസ്സിലാക്കി വെക്കണം. ദെൻ നമ്മൾ ലാസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് മാസ്റ്റിഗോമൈസെറ്റ്സ് എന്ന് പറയുന്നത്. ഇവയ്ക്ക് സെൽ വോൾ ഉണ്ടായിരിക്കും. ഓക്കെ, സെൽ വോൾ ഉണ്ടായിരിക്കും, പക്ഷേ മോട്ടൈൽ ആയിട്ടുള്ള സെൽസ് അവയുടെ ലൈഫ് സൈക്കിൾ ഉണ്ടായിരിക്കില്ല. ഫുൾ ട്രൂ ഫംഗസ് ആണ് ഇവയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവയ്ക്ക് 4 സബ് ഡിവിഷൻസ് ആണ് ഉള്ളത്. സൈഗോമൈക്കോട്ടിന, ആസ്കോമൈക്കോട്ടിന, പിസീഡിയോമൈക്കോട്ടിന, ഡ്യൂട്ടറോമൈക്കോട്ടിന. ഈ ഒരു ഡ്യൂട്ടറോമൈക്കോട്ടിനെയാണ് നമ്മൾ സ്യൂഡോ ഫംഗസ് എന്നൊക്കെ ഇംപെർഫെക്റ്റ് ഫംജൈ എന്നൊക്കെ പറയുന്നത്. ഈ 4 ക്ലാസ്സസിൽ വരുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും അവയുടെ ലൈഫ് സൈക്കിളും ഒക്കെ പഠിക്കാനുണ്ട്.
സോ ഇത്രയാണ് ഈ ഒരു അമാസ്റ്റികോ മൈക്കോട്ടിനിടയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അവയുടെ ഓർഡർ